ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മൂവി റിവ്യൂ ആണ്. അപ്പോൾ ഏത് മൂവി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ് പ്രേമലു. അപ്പോൾ നമ്മുടെ പ്രേമലു ഫിലിം എങ്ങനെയുണ്ടെന്ന് നിങ്ങളിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു 10 ദിവസം അടുപ്പിച്ചായി. അപ്പോൾ നിങ്ങൾ ഏകദേശം എല്ലാവരും കണ്ടു കാണും. അപ്പോൾ നമ്മുടെ സിനിമ വന്നിട്ട് പൊളി സിനിമ എന്ന് വെച്ചാൽ പൊളി സിനിമയാണ്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും സിനിമ പോയി കാണണം. അപ്പോൾ ഞാൻ ഫിലിം കണ്ടിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ സിനിമയെന്ന് വെച്ചാൽ സൂപ്പർ സിനിമയാണ്. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കാരണം ഏകദേശം ഇപ്പോൾ എല്ലാവരും കണ്ടു കാണും. അതിൽ നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഗിരീഷ് ഷെഡിയുടെ ഡയറക്ഷനാണ്. ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡയറക്ഷനാണ് ഗൈസ്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് അതായത് യങ്സ്റ്റേഴ്സിന് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫിലിമാണ്. അതായത് ഗൈസ്, അപ്പം നമ്മുടെ ഫിലിമിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സംഗീത് പ്രതാപ്, നസ്ലൈൻ, മമിത. ഇവരുടെയൊക്കെ അഭിനയം എന്ന് വെച്ചാൽ കലക്കൻ അഭിനയം വെച്ചാൽ കലക്കൻ അഭിനയം. അപ്പൊ നമുക്ക് അമൽ ഡേവിസിനെ കുറച്ചുകൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ യങ്സ്റ്റേഴ്സിനെ കൂടുതൽ കണക്ട് ചെയ്യണം. അതായത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് നമുക്ക് തോന്നും. ഇപ്പൊ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ അയ്യോ, നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ ഫിലിമിൽ അതുപോലെ അച്ചടിച്ച് വന്നിരിക്കണേ നമുക്ക് തോന്നും. അതുപോലത്തെ ഒരു ഡയറക്ഷനാണ് നമ്മുടെ ഗിരീഷ് ഷെഡി ചെയ്തിരിക്കുന്നത്. സൂപ്പർ. ഇതുപോലത്തെ ഫിലിം വന്നാൽ നമുക്ക് കൂടുതൽ കൂടുതൽ, അതായത് നമ്മളിപ്പം ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് തിയേറ്ററിൽ പോയി ഇരിക്കുകയാണ്, ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടാൽ എന്തായാലും നമ്മൾ ഹാപ്പി ആവും. അത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ മസ്റ്റ് ആയിട്ട് കാണേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു ഊളപ്പടം എന്ന് പറഞ്ഞാൽ, ഊളപ്പടം എന്ന് പറഞ്ഞാൽ നമ്മൾ JK ജസ്റ്റ് കിഡിങ് എന്നൊക്കെ, അത് ഷ്യാം ആയാലും അത് പൊളി. അതായത് നമുക്കിപ്പം അതിൽ ഒരുപാട് കോമഡി ഉണ്ട്. അപ്പൊ നമുക്ക് അതായത് ലാഗ് ഒന്നുമില്ല, സിനിമയ്ക്ക് ലാഗ് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും എനിക്ക് കൂടുതൽ ഭയങ്കരമായിട്ട് ഞാൻ ചിരിച്ചതെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിലാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഓഡിയൻസ് പൊളിയായിരിക്കണം. കാരണം വെച്ചാൽ ഞാൻ പോയപ്പോൾ നമ്മുടെ ഓഡിയൻസ് കിഡ് ഓഡിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ പയ്യന്മാർ ഇപ്പോൾ ഫിലിമിലെ കമന്റുകൾ വരുമ്പോഴും പയ്യന്മാർ അതിന്റെ ഇരട്ടിക്കിരുന്ന് കമന്റുകൾ പറയുമ്പോൾ നമ്മൾ, അതായത് നമുക്ക് ഓൾറെഡി നമുക്ക് സിനിമയിലെ കോമഡികളുണ്ട്, അത് കൂടാതെ ഈ പയ്യന്മാരും കൂടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ കമന്റ് അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും അവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അതാണ് സത്യം. പിന്നെ ഇതിലെ ഓരോ തമാശകൾ ഇപ്പം നമ്മുടെ ആറാട്ടണ്ണന്റെ ആയാലും CBSE സ്റ്റേറ്റ്, അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. ഈ CBSEക്കും സ്റ്റേറ്റിനും ഭയങ്കര രണ്ട് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇറങ്ങി നമുക്കിപ്പോൾ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ അടുത്തിറങ്ങിയതിൽ ഒരുപാട് നല്ല ഫിലിംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം ഇപ്പം നിലവിൽ വന്നത് പ്രേമലു ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണേണ്ടത്, ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. കാരണം നമുക്ക് ഫോണിൽ കാണേക്കാളും നല്ലത്, OTT കാണുന്നതിനേക്കാളും നല്ലത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം ഗൈസ്. നമ്മുടെ ഫിലിമിന്റെ സോങ്, അപ്പം ഈ സോങ് കണ്ടാൽ കണ്ടങ്ങ് ഇരുന്നു പോകും. അത്ര പൊളി സോങ്ങുകളാണ്. പിന്നെ ഈ ഫിലിമിലെ ഹൈദരാബാദ് ഷൂട്ട് ചെയ്തിരിക്കുന്ന, അത് സത്യം നമുക്ക് ഫിലിം കണ്ടാൽ നമുക്ക് ഒറിജിനലി ഹൈദരാബാദിൽ പോകണ പോലെ ഫീൽ ചെയ്യും. നമുക്ക് അങ്ങോട്ട് പോവാം, പോവാത്തവർക്ക് അങ്ങോട്ട് പോകാൻ ഒരു ആഗ്രഹമൊക്കെ തോന്നും. അത്ര പൊളിയാണ്. പിന്നെ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. നമുക്ക് ഭയങ്കര റിലേറ്റ് ആയിട്ടും കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് തന്നെയാണ് സിനിമ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ഓഡിയൻസും നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇതിലെല്ലാം അടിപൊളിയാണ്. നമ്മൾ എന്തായാലും, അതായത് നമുക്ക് ആ ക്രൂ, അതായത് ഫുൾ ക്രൂവിന് നമ്മൾ എന്തായാലും സല്യൂട്ട് ചെയ്യണം. കാരണം വെച്ചാൽ അത്ര പൊളി സിനിമയാണ് ഇത്. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ഫിലിമാണ്. കാണാത്തവർ ഉറപ്പായിട്ടും പോയി കാണണം. പിന്നെ ഇവരുടെ ലവ് സ്റ്റോറി കിഡിലെ ലവ് സ്റ്റോറിയാണ്. അത് അവരുടെ രണ്ട് പേര് പൊളിയാണ്. അവിടെ നസ്ലിനും മമിതയും നല്ല പേരാണ്. നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. അതായത് നമുക്ക് ലാഗ് ഒന്നുമില്ല. അതായത് നമുക്കിപ്പോൾ വലിച്ചു നീട്ടി പോകണില്ല, അയ്യോ തീർന്നു പോയോ എന്നാണ് നമുക്ക് സംഭവം ഇത് തീരുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. അതാണ് നമ്മളൊരു ഫിലിം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഹാപ്പിനെസ് ഗൈസ്. അപ്പോൾ ഇതിലെ ഒരു മീനാക്ഷിയുടെ അഭിനയം എന്ന് വെച്ചാൽ അത് പൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ചിരിച്ച് ചാവാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ മീനാക്ഷി. ലാസ്റ്റ് ഇവർ ഇങ്ങനെ സംഭവം ബഹളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മീനാക്ഷിയുടെ പാൽ മടക്കുന്നത് പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ ചിരിച്ച് ആടത്തിരിക്കുമ്പോൾ ആടിച്ച് നമ്മൾ ചിരിക്കേണ്ട അവസ്ഥ. അപ്പം പൊള്ളിയായിട്ട് മീനാക്ഷിനെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ഇത് തന്നെയാണ് ഗൈസ്. ഗൈസ്, പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ട ഏറ്റവും വേർസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ പറയൂല. കാരണം JK ജസ്റ്റ് കിഡിങ്. കാരണം ഈ ഡയലോഗ് നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന സിനിമയുടെ താഴെ വരുന്ന ഓരോ കമന്റ് ഒക്കെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് താഴെ തന്നെ ജസ്റ്റ് കിഡിങ് എന്നും പറഞ്ഞ് ഇടുമെന്ന് എനിക്കറിയാം. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി പടം. ഞാൻ ഇതുവരെയായിട്ടും ഒരു സിനിമ 2 വട്ടമൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇത് എനിക്ക് മൂന്നാമത് ഒരു വട്ടം കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, മൂന്നാമത് വട്ടം കൂടി. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട് പറയണമെങ്കിൽ നമ്മളെ സച്ചിൻ്റെയും അമൽ ഡേയ്സിന്റെ കോംബോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മള് അവരെ പോലെ ഒരു കൂട്ടുകാർ നമുക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ ചിന്തിച്ചു. നമുക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ റൊമാൻസും ഇവരുടെ ആ ഒരു സോങ്സ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ പറ്റിയ സോങ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും സിനിമയിലെ ലാസ്റ്റ് സോങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
നമ്മൾ മർക്കോസ് പാടുന്ന പാട്ടാണ്. ശരിക്കും ഇത് ക്രിസ്ത്യൻ സോങ് പാടുന്ന ആളാണ്. പക്ഷെ പുള്ളിക്കാരൻ ഇത്ര അടിപൊളിയായിട്ട് ആ പാട്ട് കൈകാര്യം ചെയ്ത രീതി കാണുമ്പോൾ നമുക്ക് ഹാറ്റ്സ് ഓഫ് സത്യം പറഞ്ഞാൽ. പിന്നെ മീനാക്ഷിയുടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മീനാക്ഷിയുടെ പാൽ മണക്കുത് ആ പാട്ടൊക്കെ അതൊക്കെ കേട്ടിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. തിയേറ്ററിലൊക്കെ ചിരിച്ചിരി സൂപ്പാടും നമ്മളൊക്കെ. അപ്പം ഞാൻ ഇത്രയും പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ എത്രമാത്രം അടിപൊളിയാണ്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണണം. ഇത് OTT വരാൻ നിൽക്കരുത്. മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണണം. സോ എന്താണ് ഫുൾ എന്റർടൈൻമെന്റ് ഫണ്ണ്, അത് നല്ല വൈബ് പടമാണ്. സോ കാണാത്തൊരു മസ്റ്റ് ആയിട്ട് കാണുക. എന്താണ് എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എനിക്കറിയാം നിങ്ങൾ ഇപ്പോൾ ഏകദേശം എല്ലാവരും കണ്ടു കാണുമെന്ന്. എന്നാലും നിങ്ങൾ മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി പിടിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.